നമ്മൾ പൊതുവെ കേൾക്കാറുള്ള ഒരു ചൊല്ലാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നതല്ലേ. അങ്ങനെ അക്കരെ പച്ച തേടിപ്പോകുന്നത് മനുഷ്യ സഹജവുമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ച് ലോകത്തിന്റെ എല്ലാ കോണുകളിലും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എത്തിപ്പെടാറുമുണ്ട്. അങ്ങനെ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വന്നതോടെ എങ്ങനെയും അമിത കുടിയേറ്റം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഈ വർഷവും പുതിയ റെക്കോർഡ് ഇട്ടു എന്ന വാർത്തയ്ക്ക് പുറകെ കുടിയേറ്റം കുറച്ചുകൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്ന അഭിപ്രായവുമായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും രംഗത്തെത്തി. കുടിയേറ്റത്തിനെതിരെ ബ്രിട്ടന് ഇനി ഒരു മൃദു സമീപനം കൈക്കൊള്ളാൻ ആകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2023 ജൂണിൽ അവസാനിക്കുന്ന ഒരു വർഷത്തെ നെറ്റ് ഇമിഗ്രേഷൻ 9,06,000 എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം ജൂൺ വരെയുള്ള 12 മാസ കാലയളവിൽ ബ്രിട്ടനിലേക്ക് എത്തുന്നവരുടെ എണ്ണം രാജ്യം വിട്ടുപോകുന്നവരുടെ എണ്ണത്തെക്കാൾ 7,28,000 കൂടുതലാണ് എന്നും കണക്കുകൾ പറയുന്നു. ഇത് ഏകദേശം മുൻകാലങ്ങളിലെ ദീർഘകാല കുടിയേറ്റ റെക്കോർഡുകൾക്ക് സമാനമാണ്. എന്നാൽ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പറയുന്നത് യഥാർത്ഥ ഇമിഗ്രേഷൻ ഈ കണക്കുകളിൽ പോലും ഒതുങ്ങുന്നില്ല എന്നാണ്. അവരുടെ കണക്കുകൾ പ്രകാരം 2023 ജൂണിൽ അവസാനിച്ച ഒരു വർഷത്തെ നെറ്റ് ഇമിഗ്രേഷൻ കണക്ക് കൂട്ടിയ 7,40,000 എന്നതിനേക്കാൾ 1,66,000 വരും. സമാനമായ രീതിയിൽ 2023 ഡിസംബർ വരെയുള്ള ഒരു വർഷത്തെ ഇമിഗ്രേഷൻ കണക്കിലും മാറ്റമുണ്ട്. നേരത്തെ 6,85,000 എന്ന് കണക്ക് കൂട്ടിയിരുന്ന ഇത് യഥാർത്ഥത്തിൽ 8,66,000 ഉണ്ട് എന്നാണ് ONS കണക്കുകൾ വ്യക്തമാക്കുന്നത്. തിരക്ക് പിടിച്ച് നമ്പർ 10 വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ബ്രെക്സിറ്റിന്റെ പേര് പറഞ്ഞ് അതിർത്തികൾ തുറന്നിട്ട് പരീക്ഷണം നടത്തുകയായിരുന്നു മുൻ സർക്കാർ എന്ന് കീർ സ്റ്റാർമർ ആരോപിക്കുന്നു. ഇമിഗ്രേഷൻ സിസ്റ്റം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ മുൻ സർക്കാർ കൂടെ പരാജയപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കുടിയേറ്റ നിരക്ക് കുറയ്ക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നും അത് തങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതിനായി ഏതെങ്കിലും ടാർഗറ്റ് വയ്ക്കാൻ സ്റ്റാർമർ വിസമ്മതിച്ചു. അത് വിജയകരമല്ല എന്ന് മുൻകാല സർക്കാരുകളുടെ പ്രവർത്തികളിലൂടെ തെളിഞ്ഞതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലെസ്റ്ററിന്റെ ജനസംഖ്യയുള്ള 2 നഗരങ്ങളുടെ ജനസംഖ്യയോട് തുല്യമായ എണ്ണം ആളുകളാണ് ഒരു വർഷം ബ്രിട്ടനിലേക്ക് കുടിയേറുന്നത് എന്നത് ഒരു പുതിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വഴിതെളിക്കും. 2021 മുതൽ യൂറോപ്യൻ യൂണിയനേതര രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ദൃശ്യമാകുന്നത്. ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ, ചൈന, സിംബാബ്വെ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം കുടിയേറ്റം ബ്രിട്ടനിലേക്ക് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 2023 ജൂണിൽ അവസാനിക്കുന്ന ഒരു വർഷത്തിൽ 2,68,000 പേരാണ് ബ്രിട്ടനിലെത്തിയത്. അതേസമയം ബ്രിട്ടനെ കുടിയേറ്റക്കാർക്ക് സുഖവാസത്തിനുള്ള ഹോട്ടലാക്കാൻ അനുവദിക്കില്ല എന്ന് ഇന്നലെ ഒരു പ്രസംഗത്തിനിടയിൽ പ്രതിപക്ഷ നേതാവ് കെമി ബെയ്നോട്ട് പറഞ്ഞു. അതേസമയം കൺസർവേറ്റീവ് സർക്കാർ ബാക്കി വെച്ചുപോയ പ്രശ്നങ്ങൾ തങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലേബർ പാർട്ടി അവകാശപ്പെടുന്നത്. ഈ വർഷം ജൂൺ വരെയുള്ള 12 മാസ കാലയളവിൽ ബ്രിട്ടനിൽ താമസിക്കാൻ എത്തിയ 1.2 മില്യൺ ആളുകളിൽ 86% യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. തൊഴിൽ സംബന്ധമായി ഇക്കാലയളവിൽ UK എത്തിയവരിൽ അത് ഏറ്റവും അധികം ഇന്ത്യക്കാരാണ് താനും. പഠന സംബന്ധമായി എത്തിയവരിലും മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. ONSന്റെ കണക്കുകൾ പ്രകാരം 1,16,000 പേർ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിൽ എത്തിയപ്പോൾ 1,27,000 പേർ പഠനാവശ്യങ്ങൾക്കായി ഇവിടെ എത്തി. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായി എത്തിയവരിൽ 8,45,000 പേർ തൊഴിൽ ക്ഷമതയുള്ള പ്രായപരിധിയിൽ ഉൾപ്പെട്ടവർ ആയിരുന്നുവെങ്കിൽ 1,79,000 പേർ കുട്ടികളായിരുന്നു. ONSന്റെ പുതിയ കണക്കുകൾ പ്രകാരം ബ്രിട്ടനിലേക്കുള്ള ദീർഘകാലത്തേക്കുള്ള കുടിയേറ്റത്തിൽ 84,000 പേരുടെ വർധന ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായി എത്തിയവരിൽ 8,45,000 പേർ തൊഴിൽ ക്ഷമതയുള്ള പ്രായപരിധിയിൽ ഉൾപ്പെട്ടവർ ആയിരുന്നുവെങ്കിൽ 1,79,000 പേർ കുട്ടികളായിരുന്നു. ONSന്റെ പുതിയ കണക്കുകൾ പ്രകാരം ബ്രിട്ടനിലേക്കുള്ള ദീർഘകാലത്തേക്കുള്ള കുടിയേറ്റത്തിൽ 84,000 പേരുടെ വർധന ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ 2023 നെറ്റ് മൈഗ്രേഷനിൽ 1,81,000 വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2023 ജൂൺ അവസാനിച്ച വർഷത്തിൽ നേരത്തെ കണക്ക് കൂട്ടിയതിനേക്കാൾ 43,000 യുക്രൈൻ പൗരന്മാർ കൂടുതലായി എത്തിയെന്നാണ് ONS വെളിപ്പെടുത്തുന്നത്. ഡിസംബറിൽ അവസാനിക്കുന്ന വർഷത്തിൽ ഇത് 30,000 പ്രതീക്ഷിച്ചതിലും കുറവ് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ മാത്രമേ ബ്രിട്ടൻ വിട്ടു പോയിട്ടുള്ളൂ താനും. അതേസമയം EUവിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവ് വർദ്ധിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും
ഉയർന്ന തലത്തിൽ എത്തിയെങ്കിലും ഇപ്പോൾ നെറ്റ് ഇമിഗ്രേഷൻ സാവധാനം കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ONS വ്യക്തമാക്കുന്നു. 2021 മുതൽ ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം മുൻകാലങ്ങളേതിനേക്കാൾ വർദ്ധിച്ചു എന്നാണ് ONS ഡയറക്ടർ മേരി ഗ്രിഗറി പറയുന്നത്. അതിന് കാരണങ്ങൾ പലതാണ്. യുക്രൈൻ റഷ്യൻ യുദ്ധം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബ്രെക്സിറ്റാനന്തര ഇമിഗ്രേഷൻ സിസ്റ്റവും ഇതിൽ പ്രതിയായി മാറും. കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന യാത്രാ വിലക്ക് കാരണം മുടങ്ങിപ്പോയ പഠനം തുടരുന്നതിനായി വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കുണ്ടായതും ഈ കാലയളവിൽ കുടിയേറ്റം വർദ്ധിക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം ജൂണിൽ അവസാനിച്ച 12 മാസ കാലയളവിൽ ഇമിഗ്രേഷനിൽ 20% കുറവും ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ആദ്യ 6 മാസങ്ങളിൽ തൊഴിൽ സംബന്ധമായി കുടിയേറുന്നവരുടെ എണ്ണം ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുമുണ്ട്. ഈ വർഷം ആദ്യം കൺസർവേറ്റീവ് സർക്കാർ കൊണ്ടുവന്ന പുതിയ നയങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്.